നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ അതെവിടെയും എത്തില്ല എന്നുള്ള ആശങ്ക ഞാൻ തുടക്കത്തിൽ തന്നെ എല്ലാവരുമായും പങ്കുവച്ചതാണ്. അത് ശരിവെക്കുന്നതാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പരാമർശം. അതോടൊപ്പം ആശങ്കപ്പെടുത്തുന്നതുമാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എങ്കിൽ കൂടിയും പിണറായി വിജയൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇത് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. കേരള പോലീസിലെ നല്ല ശതമാനം ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ യജമാനന്മാരെ പിണക്കാൻ ധൈര്യമില്ലാത്തവരാണ്. കാരണം പിണക്കിയാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ ജീവിക്കാൻ അനുവദിക്കില്ല. ശബരിമല ശ്രീകോവിലിലെ സ്വർണം മോഷണം പോയി എന്ന് മനസ്സിലായിട്ട് ഏതാണ്ട് 2-3 മാസമായി. പ്രത്യേക അന്വേഷണ സംഘം ഒക്ടോബർ ആദ്യവാരം അന്വേഷണം തുടങ്ങിയതാണ്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാവുന്നത് ഒക്ടോബർ 17-നാണ്. ഇവിടെയാണ് മോഷണം പോയ ശ്രീകോവിൽ ഭാഗങ്ങൾ. അത് വീണ്ടെടുക്കാൻ ഇപ്പോഴും കഴിയാത്തത് എന്താണ്? നമ്മളൊന്ന് ആലോചിക്കണം. കോടാനുകോടി അയ്യപ്പ ഭക്തർ ഭക്തിപൂർവം എത്തി അവിടെ വണങ്ങുന്ന ശ്രീകോവിലിൻ്റെ ഭാഗങ്ങൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. മറ്റേതെങ്കിലും മതത്തിൻ്റെ ആരാധനാലയം കൊള്ളയടിക്കപ്പെട്ടാൽ ഈ മെല്ലെപ്പോക്കുണ്ടാകുമോ? പണ്ട് അധിനിവേശവുമായി എത്തിയവരാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചതെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് വ്യത്യാസം. അന്വേഷണം വഴിമുട്ടാൻ കാരണം ഈ കൊള്ളയിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളാണ്. കേരളത്തിലെ ഭരണകക്ഷിയുടെ മുതിർന്ന നേതാക്കളുടെ ഇതുമായിട്ടുള്ള ബന്ധമാണ്. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി മുൻപും CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് ഉള്ള ബന്ധം, അവർക്ക് പോലുമുള്ള ബന്ധം നമ്മൾ കണ്ടതാണ്. ഇന്നലെ സ്മാർട്ട് ക്രിയേഷൻസുകാരനും ജുവലറി ഉടമയുമൊക്കെ അറസ്റ്റിലായതോടുകൂടി ഇതൊരു സംഘടിതമായ കൊള്ളയടിയായിരുന്നു എന്ന് വളരെ വ്യക്തമായിരിക്കുക. അതല്ലാതെ പത്മകുമാറും പ്രശാന്തും ഒക്കെ അവകാശപ്പെട്ടതുപോലെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതല്ല എന്നുള്ളത് വ്യക്തമായി. അറ്റകുറ്റപ്പണിയല്ല, അടിച്ചുമാറ്റലായിരുന്നു ഉദ്ദേശം. സംസ്ഥാനത്തിന് പുറത്തു നിന്ന് ആരംഭിച്ച ഒരു ക്രിമിനൽ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഹൈക്കോടതി സൂചിപ്പിച്ച കപൂർ മോഡൽ കൊള്ള അതൊരു വാസ്തവമാണ്. പട്ടാപ്പകൽ അത്തരത്തിലുള്ള ഒരു കൊള്ള ശബരിമല സന്നിധാനത്ത് നടക്കണമെങ്കിൽ രാഷ്ട്രീയ ഉന്നതരുടെ അറിവില്ലാതെ സാധ്യമല്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അവിടെയാണ് അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നത്, നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. CPM നേതാവ് A. പത്മകുമാറിന് ശേഷം രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഈ അന്വേഷണം പോയിട്ടില്ല എന്ന് നമ്മൾ ഓർമ്മിക്കണം. സ്വർണം ചെമ്പാക്കിയ ഉത്തരവിൽ പത്മകുമാറിനോടൊപ്പം ഉത്തരവാദികളായ 2 ദേവസ്വം ബോർഡ് അംഗങ്ങളുണ്ട്, KP ശങ്കരദാസും N. വിജയകുമാർ. ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിയാക്കുക പോലും ചെയ്യുന്നില്ല. ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ തുടരുന്ന പത്മകുമാറിനെ CPM ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് നിലനിർത്തിക്കൊണ്ട് സംരക്ഷിച്ച് നിർത്തുക. ഈ പാരഡിപ്പാട്ടിൽ ഭക്തരുടെ വികാരം വ്രണപ്പെടും എന്നൊക്കെ പറഞ്ഞ് പരിഹാസ്യരായിട്ടുള്ള CPM നേതാക്കന്മാർക്ക് പത്മകുമാറിനെ സംരക്ഷിക്കാൻ ഒരു മടിയില്ല. രാജു എബ്രഹാമിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ശബരിമല ശ്രീകോവിൽ കൊള്ളയടിക്കാൻ കൂട്ടുനിന്ന A. പത്മകുമാർ ഇപ്പോഴും താങ്കൾക്കൊപ്പം ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്നതിലൂടെ ഭക്തരുടെ വികാരം വ്രണപ്പെടുമോ എന്നാണ്. എന്തുകൊണ്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെ പ്രതി ചേർക്കാത്തത്? 2019 കൊള്ള മറയ്ക്കാൻ 2025 ഒത്താശ ചെയ്തു എന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയ വിഷയമാണ്. ഇതിനെല്ലാം ഉപരി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം എത്താത്തത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. ദേവസ്വത്തിൽ നടക്കുന്നതെല്ലാം അറിയുന്ന മന്ത്രി, അദ്ദേഹം അറിയാതെ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തെ വിളിച്ചൊന്ന് ചോദിക്കാൻ പോലും അന്വേഷണ സംഘത്തിന് മുട്ടുപിറക്കുന്നത് എന്താ? അതുകൊണ്ടാണ് പറയാനുള്ളത്,
എത്രയും വേഗം ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം CBI ഏറ്റെടുക്കണം. ഹിന്ദു വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം കൊള്ളയടിക്കാൻ ഗൂഢാലോചന നടത്തിയ എല്ലാവരെയും എത്രയും വേഗം അഴിക്കുള്ളിലാക്കണം. ഭക്തരുടെ വികാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാനിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.